ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഗുജറാത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണി 4:30ക്കാണ് നമ്മളിവിടെ രാജസ്ഥാന് എത്തിയത്. രാജസ്ഥാൻ എത്തിയിട്ടില്ല, ഇനി ജോധ്പൂർക്ക് ഒരു 70 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്നലെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള പമ്പായിരുന്നു ഇത്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ കുറേ വണ്ടികളൊക്കെ വരാനുണ്ട്, അപ്പോൾ ഇവിടെ അടിക്കൽ ടാസ്ക്കാണ്, ഇവിടെ സ്ഥലമില്ല. അപ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലുണ്ട് പണി നടക്കണേ, അപ്പോൾ നിങ്ങൾ അവിടെ അടിച്ചോളി, സേഫാണ്, ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഇവിടുന്ന് ക്യാമറ കാര്യങ്ങളൊക്കെ അങ്ങോട്ടുണ്ട്, അതുകൊണ്ട് ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇതായി. പിന്നെ കുഴപ്പമില്ല, 4:30 അല്ലേ, പുലർച്ചെ 4:30 അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുമല്ലോ, അതുകൊണ്ട് വലിയ സീനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നിപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. എന്ത് കൂള് മനുഷ്യനല്ലേ ഈ മനുഷ്യൻ. അപ്പൊ നമ്മളിതാ നമ്മളെ ബുള്ളറ്റ് ഒക്കെ സെറ്റായിരിക്കാണ്. അതെ, ഇന്ന് വളരെയധികം ലേറ്റായി. നമ്മൾ പോവല്ലേ അവളൊക്കെ? वो जा रहा है लेने। हेलो अभी 2 मिनट में आए। नहीं वो स्पेशल है. നമ്മൾ വണ്ടി എടുത്ത് പോവാൻ നിന്നപ്പോൾ ഒരു ചായ സെറ്റാക്കി തരാ പറഞ്ഞിട്ട് ഒരു വിടുന്നില്ല. മാനേജർ ഇവര് തമ്മിൽ ഊക്കാണ്, വീഡിയോ എടുക്കണേ. ബൈ. ഇത് കണ്ട, നമ്മളിവിടെ രാജസ്ഥാൻ എത്തിയപ്പോൾക്ക് ഇവിടെ 104ഉം 90ഉം ആയി. ഗുജറാത്തിലായിരുന്നുണ്ടെങ്കിൽ ഈ 104ന് പകരം 94 വല്ലൻ്റെ വ്യത്യാസം കണ്ട. പറയുമ്പോൾ 2 അപ്പുറത്തും ഇപ്പുറത്തുമാണ്, നമ്മൾ കേരളം തമിഴ്നാടും ഉള്ള പോലെ ഉണ്ട്, പക്ഷേ റേറ്റിൽ നല്ല ചേഞ്ച് ഉണ്ട്. ഫുള്ളടിച്ചോ? हाँ फ्री कैसा लगा हमारे बीच में? कैसा लगा हमारे बीच में? ठीक है, मतलब हमारे राजस्थान वाले लोग कैसे लगे? वाओ नाइस, सुपर. ഇന്നത്തേക്കുള്ളതായി 729. वापस आना, ठीक है? ओके. बहुत जल्द आएंगे. दूर है केरला. केरला तो नहीं जाएंगे, केदारनाथ जरूर जाएंगे. नहीं, केरला भी आएंगे. आएगा अभी. When? देखते हैं क्या होता है. कम नेक्स्ट मंथ. नहीं नेक्स्ट मंथ नहीं. बाय बाय. ओके बाय. എനിക്കിഷ്ടമായി. രാജസ്ഥാനിൽ കയറിയപ്പോൾ തന്നെ നമുക്കൊരു ബൈ. രാജസ്ഥാനിൽ കയറിയ പാടെ നല്ല പോസിറ്റിവിറ്റിയാണ് കിട്ടിയത്, പക്ഷേ അതേസമയം നമ്മൾ ഗുജറാത്ത് കയറിയ പാടെ തന്നെ നെഗറ്റിവിറ്റിയാണ് കിട്ടിയത്. പക്ഷെ എന്നാലും ഗുജറാത്തിൻ്റെ ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. ഇതേപോലെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള നല്ല അടിപൊളി ക്യാരക്ടറുള്ള നൈസ് ആൾക്കാരായിരുന്നു, നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിലും കയറിയ പാടെ തന്നെ നല്ല പോസിറ്റിവിറ്റിയാണ്. ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജോധ്പൂർ പോകണം, ജോധ്പൂർ ഒന്ന് കറങ്ങണം, അത് കഴിഞ്ഞ് ബിക്കാനീർ വഴിക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണം. നമ്മൾ എവിടെ വെച്ചിട്ടാണോ റൈഡ് മടുപ്പാവണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്.
നമ്മള് ഇന്നലെ 820 രൂപക്ക് പെട്രോൾ അടിച്ചില്ല, 2 ദിവസം മുന്നേ 820 രൂപക്ക് പെട്രോൾ അടിച്ച് പറഞ്ഞപ്പോൾ ആർക്കും അവിടെ വിശ്വാസം വരുന്നില്ല. 820 രൂപക്ക് 500 സംതിങ് കിലോമീറ്റർ ആണ്. ഓരോരുത്തർ കണക്കൊക്കെ വെച്ച് വന്നിക്കണേ. അതിനൊക്കെ എന്താ പറയണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം നമ്മളെ ബുള്ളറ്റിന്റെ മൈലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നോർമൽ ബുള്ളറ്റിന്റെ മൈലേജ് തന്നെയാണ്, ഒരു 33-36 റേഞ്ച് ഒക്കെയാണ്. അപ്പോൾ അത് ലഗേജ് ഉണ്ടായിട്ട് അപ്പോൾ നമ്മളന്ന് 820 രൂപക്ക് അടിച്ചപ്പോത്തിന് പെട്രോൾ ടാങ്ക് ഫില്ലായി. അപ്പോൾ ഇതേ അവസ്ഥ ഇന്നും 731 രൂപക്ക് അടിച്ചപ്പോത്തിന് പെട്രോൾ ഫില്ലായി. അതേ അവസ്ഥ. അപ്പൊ ഇനിയിപ്പോ അത് നമ്മള് ഡെയിലി ബഡ്ജറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത അതാണ് ഈ കാര്യം. ഹൗ ഇറ്റ് പോസിബിൾ? ഇറ്റ്സ് ഇമ്പോസിബിൾ. നിങ്ങളെ ബുള്ളറ്റ് എന്താ 60 മൈലേജ് ഉണ്ടോ? ഷബീബേ, അപ്പോൾ ഇന്നത്തെ പ്ലാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, രാജസ്ഥാൻ പറയുമ്പോൾ വലിയൊരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, മാക്സിമം കവർ ചെയ്യണം. ജോധ്പൂർ പോകണം, ബിക്കാനീർ ബൈക്ക് എന്നിട്ട് എങ്ങോട്ടൊക്കെയോ പോകണം. അതൊക്കെ ഇന്നത്തെ പ്ലാന്. പിന്നെ അത് കൂടാതെ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. പക്ഷെ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നും അറിയില്ല. കാരണം ഇവിടെ വില്ലേജസിലുള്ള ആൾക്കാർക്കൊന്നും അധികം ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ക്യാമറ അതൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ പറ്റുമല്ലേ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. എന്നിട്ട് ഞാൻ പോണൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോ ഡെയിലി ഇടാത്തത്, ഡെയിലി അപ്ലോഡ് ചെയ്യ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കിട്ടാഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് റൈഡിൻ്റെ ഇടയിൽ കൂടെയാണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എഡിറ്റിംഗ് പരിപാടി, ഓക്കെ ആണോ എല്ലാം റെഡി ആണോ എന്നൊന്നും മനസ്സിലാവണില്ല. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ ശരിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റൈഡിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും ഒക്കെ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ആക്കുന്നുണ്ട്. പക്ഷെ അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി 5 മണി 6 മണി ആ ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ മാക്സിമം കാണാൻ ട്രൈ ആക്കുക. പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലെങ്ത്ത് തീരെ ഇല്ല, ലെങ്ത്ത് ഭയങ്കര കുറവാണ്, 30 മിനിറ്റൊക്കെ ആക്കാൻ പറഞ്ഞിട്ട്. സത്യം പറയാലോ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ കൂടി വരികയായിരുന്നു, ഫുൾ ഹൈവേ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇനി മുതൽ നമ്മൾ വില്ലേജിലേക്ക് ഇറങ്ങി ചെല്ലുക, അതേപോലെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ലഡാക്ക് കയറാൻ. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസ് ലെങ്ത്ത് മാക്സിമം കൂട്ടും. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൂടി അറിയിക്കുക, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളും ഓക്കെ ആക്കണതാണ്. ഈ രാജസ്ഥാൻ കണ്ടിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, പഞ്ചാബീസിന്റെ ഒക്കെ ഒരു ആ ഒരു ഇത് ടച്ച് തോന്നി. കാരണം അതേപോലെ ഫുൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ, വയല്, പാടങ്ങള്, നെൽകൃഷി പോലത്തെ കൃഷികള് അങ്ങനൊക്കെ ആയിട്ട്. അത് മാത്രല്ല വീടിലും അങ്ങനത്തെ ഒക്കെ ഒരു സ്ട്രക്ചർ. അത് നമ്മൾ നേപ്പാളിലും അത് തന്നെ ഫീൽ ചെയ്തിട്ടില്ലേ. നേപ്പാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേപ്പാൾ അടുത്തിട്ട് എന്തിവിടെ നിർത്തി, അതാ നമ്മളത് പോന്നു. ഇന്നലെ കാറെന്നാ പറഞ്ഞ, ഇന്നലെ ബുള്ളറ്റ് വാഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ നല്ലപോലെ ഉണ്ടായിരുന്ന സാധനമാണ്. ആ സാധനം ഇപ്പം അതാ കയ്യിൽ പോന്നു. അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ പിടിച്ചേരണാ? ഒന്നും വേണ്ടത്രേ, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാന്നൊക്കെ. നല്ല കോമഡി ആയിട്ടുണ്ട് ഇപ്പോ. ഇതെങ്ങനെ ഇപ്പൊ കൈ പോന്നതാ? ഓ, നമ്മളിതാ ഹൈവേയിലാണ്. ഹൈവേന്ന് നമ്മളുടെ മിറർ ഗ്ലാസ് ഇതാ പോന്നിട്ടുണ്ട്, സൈഡ് മിറർ. ആ ഞങ്ങോട്ട് തിരിക്ക്. പണ്ട് ദോശക്ക് മാവാട്ടിട്ടുണ്ടോ? നല്ല ശീലമുള്ള പോലെ. കുറച്ചൊക്കെ ചളിയാകാം അല്ലേ. ഇവിടൊക്കെ കണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, നല്ല വെയിലാ. നല്ല വെയിൽ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. രണ്ടും എക്സ്ട്രീം ലെവലാണ്. വെയിലാവുമ്പോൾ നല്ല എക്സ്ട്രീം വെയിലും, മഴയാവുമ്പോൾ നല്ല എക്സ്ട്രീം മഴയാണ്.
ഇനിയിപ്പോൾ എനിക്ക് തോന്നണം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നല്ല വെയിലായിരിക്കും. നല്ല വെയിൽ മാത്രമല്ല നല്ല കാറ്റുണ്ട്. നിങ്ങൾ ആ ലോറിമുക്കൊന്ന് നോക്കി ആ പായ കിളകണ കണ്ട അത്രയും കാറ്റുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോണത്. ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബാക്കിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ. ഇനി കുറച്ചു നേരം ബാക്കിലെ കാഴ്ചകളാവുക. അപ്പോൾ നമ്മൾ ഇതുവരെ ആയിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇനി നമ്മൾ ചായ സ്കിപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ ചായയും ലഞ്ചും, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ബ്രഞ്ച് ആക്കാന്നാണ് വിചാരിക്കുന്നത്. അതും ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കഴിക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഷോപ്പ് എത്തോളം നമുക്ക് പോവാം. എത്തിയിട്ട് നമുക്ക് ബ്രഞ്ച് കഴിക്കാം. അവിടെ ഒരു പോലീസ് മാമ നിൽക്കുന്നുണ്ട്. നമ്മളെവിടെ തോന്നുന്നു ഒരു കൈ കാണിക്കുന്നുണ്ട്. നമ്മളോടല്ല, നമ്മളല്ല ഗൈസ്, അത് ആ കാറേരെയാണ് പൊക്കിയത്. ഇതുവരെ നമ്മളെ പോലീസുകാരൊന്നും പൊക്കിയിട്ടില്ല. പൊക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്തോ ഭാഗ്യത്തിന് ഇതുവരെ പൊക്കിയിട്ടില്ല. മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ആ മരങ്ങളും അതിൻ്റെ ബാക്കിലുള്ള ആ മലയൊക്കെ. ശരിക്കും ആ മല കാണുമ്പോൾ മണ്ണൊക്കെ കൂട്ടി വെച്ച പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ മണ്ണ് ജസ്റ്റ് കൂട്ടി വെച്ചതേ ചെയ്യണോ? ഏയ് അങ്ങനല്ല, മണ്ണ് കൂട്ടി വെച്ചതല്ല. ഇപ്പൊ കല്ലുകളൊക്കെ ഉണ്ട്. എന്തായാലും രാജസ്ഥാനിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഇങ്ങനെ അധിക സ്ഥലത്തും, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ, ഷോപ്പുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കലം പോലത്തെ ഈ ഒരു മണ്ണിൻ്റെത് ഇങ്ങനെ വെക്കും. ചില ഏരിയയിൽ, അമ്പലം പോലത്തെ ഏരിയയിൽ നമ്മൾ പള്ളിയിലൊക്കെ ബർക്കത്തിന് കൊടുക്കുന്ന വെള്ളമില്ല, അതേപോലെ ബർക്കത്തിനുള്ള അങ്ങനെയും വെക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നേർച്ചപ്പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ക്യാഷ് ഇടുന്ന ആ ഒരു സെറ്റപ്പ് അങ്ങനെയുള്ളതുമുണ്ട്. അപ്പോൾ നമ്മളിതാ കുറേ സമയത്ത് റൈഡിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒരുമിച്ച് ബ്രഞ്ച് കഴിക്കാൻ പോവാണ്. ഇതാ ഈ ഷോപ്പിലാണ് നമ്മൾ കഴിക്കാൻ കയറുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ബ്രഞ്ച് പറഞ്ഞിട്ട് കഞ്ഞീന്നൊരു മോചനമുണ്ട്. ഇന്ന് ചപ്പാത്തിയും കുറച്ച് ചോറും വെജ് താലിയാണ്. അപ്പോൾ അതും രാജസ്ഥാനി സ്പെഷ്യൽ വെജ് താലി. അപ്പോൾ ഇത് കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്ത് ചോട്ടില വില്ലേജിലാണ്. ഇവിടെയാണ് ബുള്ളറ്റ് ബാബ ഉള്ളത്. ബുള്ളറ്റ് ബാബ ആരാന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ ശരിക്കും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓം സിംഗ് രാത്തോർ എന്നാണ് ബുള്ളറ്റ് ബാബാൻ്റെ ശരിക്കുള്ള പേര്. ഈ ഓം സിംഗ് രാത്തോർ ചോട്ടില വില്ലേജ് വഴി പോണ സമയത്ത് ഒരു മരത്തിലിടിച്ച ആക്സിഡൻ്റ് ഉണ്ടായി. ഓം സിംഗ് രാത്തോർ മരണപ്പെട്ടു. ആ സമയത്ത് പോലീസുകാർ ഈ ബുള്ളറ്റ് 350 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ച് പിറ്റേ ദിവസം നോക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ബുള്ളറ്റ് കാണാനില്ല. ആ സമയം തന്നെ ഇത് ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ നിന്ന് കണ്ടുകിട്ടി. അപ്പോൾ പോലീസുകാരോ നാട്ടുകാരൊക്കെ വിചാരിച്ചത് ഇത് മോഷണം പോയിട്ട് അങ്ങനെ വന്നതാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അന്ന് ദിവസം പിന്നെയും പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ച് പെട്രോളൊക്കെ ഒഴിവാക്കി ചങ്ങലക്കിട്ട് പൂട്ടി. എഗൈൻ വീണ്ടും പിറ്റേ ദിവസം നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വണ്ടി കാണാനില്ല. വണ്ടി ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടി. അപ്പോഴാണ് നാട്ടുകാർക്കും പോലീസുകാർക്കൊക്കെ മനസ്സിലായത് ഇത് മോഷണം പോയതല്ല, ഈ ഓം സിംഗ് രാത്തോറിൻ്റെ ആത്മാവ് ബുള്ളറ്റിലുണ്ട്. അത് കാരണമാണ് ഈ ബുള്ളറ്റ് കാണാതാവണേ, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടണേ. അന്ന് മുതലാണ് ഇവർ ഈ ബുള്ളറ്റിനെ പൂജിക്കാൻ തുടങ്ങിയത്. ഒട്ടുമിക്ക ട്രാവലേഴ്സും ഇവിടെ ഇറങ്ങിയിട്ട് ഈ ബുള്ളറ്റിനെ പൂജിച്ചിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്യണത്. അത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ആ യാത്രയിൽ ഒന്നും സംഭവിക്കില്ല, ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് എത്തും. ഇതൊക്കെ ഉള്ളത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് പേര് ഇവിടെ വന്ന് ആരാധിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. ക്യാഷ് ഇടാനുള്ള പെട്ടികളൊക്കെ ഉണ്ട്. അവർ കുറേ പേര് ക്യാഷ് ഇടുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പൂജിച്ച് ആരാധിച്ച് ക്യാഷൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ യാത്രക്കാർ യാത്ര കണ്ടിന്യൂ ചെയ്യണത്. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല ബുള്ളറ്റ് ബാബാനെ ആരാധിക്കാൻ വരുന്നത്, ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. മുംബൈ, ഹൈദരാബാദ്, കർണാടക, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ബുള്ളറ്റ് ബാബാനെ ആരാധിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ അവിടുന്ന് ഫുഡും കഴിച്ച് ബുള്ളറ്റ് ബാബനെയും കണ്ട് നേരെ ഇറങ്ങി നേരെ വന്ന് പെട്ടതാ ഈ ടൗണിലാണ്. ഇവിടെ കുറച്ച് നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുന്നത്. നമ്മളിതാ ആ റോട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് ഈ റോട്ടിൽ കയറിയപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായേ? കാണുമ്പോൾ ഒരു കല്ല് പോലെ ഉണ്ടെങ്കിലും സംഭവം ഇത് ഉപ്പാണ്. ഇവിടെ ഇതാ വൈറ്റ് ഉപ്പും ഉണ്ട്, അതുപോലെ പിങ്ക് ഉപ്പും ഉണ്ട്. കാണിച്ചിട്ടുണ്ട്. നമുക്ക്
ये आजमे के लिए होता है बहन जी, हाँ? आजमे के लिए। इसको ब्लैक नाम बोलते हैं, ब्लैक सॉल्ट। हिमालय रॉक सॉल्ट है, वो ब्लैक सॉल्ट काला है। ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കല്ലെന്നാണോ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് കല്ലല്ല, വെറും കല്ലല്ല, ഇത് കല്ലുപ്പാണ്. ഇത് ഇവർ വേറെന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലാവണം. ഇത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ഉപ്പാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യണ बहन जी खा के देखो ना थोड़ा, आजमे के लिए बहुत अच्छा रहेगा, खा के देखो आप। 160 है, 100 रुपये किलो है जी। हाँ नमक ഒരു ആജ്മോള ടേസ്റ്റ്. दूध है, ആജ്മോള लिए जो बाजार पूरी लिए जो ज्यादा कर കണ്ടപ്പോൾ കല്ലാണെന്ന് വിചാരിച്ചത്, പക്ഷെ ഇതാ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മേലെ ബോർഡിൽ എഴുതി വെച്ചിരിക്കണേ നമക്ക് വാലാന്ന്. അപ്പോൾ നമ്മൾ ഇവരോട് ചോദിച്ചു ഇതെന്താ ശരിക്കും ഉപ്പ് തന്നെയാണോ ചോദിച്ചത്. പറഞ്ഞ് അതെ ഇത് ഉപ്പാണ്, കല്ലുപ്പാണ്. ഇത് പക്ഷെ വേറെ എന്തോ ഒരു പേരാ പറഞ്ഞത്, കാല നമുക്ക് അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. वो संतर कालो है। പക്ഷെ അത് നമുക്കെന്താ മനസ്സിലായില്ല. അതിലൊരു ആജ്മോള ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോക്കിയപ്പോൾ അതാ തോന്നിയത്. ये अपना बिंदु मारा नहीं आपको എന്തൊക്കെയോ नंबर ही दे दूं मेरा നമ്പറോ कौन है आने का നമ്പറാ എന്താ പറയുക, നമ്പർ വെച്ചാണ്. देना नंबर वो अपना നമ്മളിപ്പോൾ തന്നെ നേരെ ജോധ്പൂർ പോവുകയാണ്. ജോധ്പൂർ പോകാനുള്ള റോഡ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ ഇതാ ഈ റോഡാണ്. എനിക്ക് തോന്നുന്നില്ല ഇതാവും റോഡ് എന്നുള്ളത്, കാരണം കുറച്ചുകൂടെ പോവാണ്ട്, ഒരു 10-15 കിലോമീറ്റർ ഒക്കെ പോവാണ്ട്. പക്ഷേ ഇതാവും റോഡ് തോന്നുന്നില്ല. നല്ല റോഡ് വേറെ എവിടെയോ ഉണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഷോർട്ട് കട്ട് കാണിച്ച് തന്നതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ പോയി ഇതാ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല കോമഡി ആയിട്ട് ഏതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് തോന്നുന്നത്. जोधपुर ब्लू सिटी इधर यूनिवर्सिटी कॉलेज है, आप आ जाओ और उस पर आगे राइट है। അങ്ങനെ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ്. നമ്മളെ ഈ ട്രിപ്പിൽ ഫസ്റ്റ് ചതിയാണ് ഗൂഗിൾ മാപ്പിൻ്റെ. നമ്മൾ മരുഭൂമി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതെല്ലാം വഴി, മെയിൻ റോഡിൽ കൂടെ വഴി പോകാനുള്ള വഴി ഉണ്ട് പറഞ്ഞു. അപ്പം നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോകും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോധ്പൂരിലെ കാഴ്ചകളാണ്. ദ ബ്ലൂ സിറ്റി ഓഫ് രാജസ്ഥാൻ. അങ്ങനെ പറയാൻ പാടില്ല, പേരിൽ ബ്ലൂ ഇല്ലേ? ആ ജോധ്പൂർ ബ്ലൂ സിറ്റി എന്ന് പറയാ. അറിയില്ല ഗൈസ്. ബ്ലൂ സിറ്റി പറഞ്ഞിട്ട് ഇവിടെ ബ്ലൂ മാത്രമല്ല, ബാക്കി എല്ലാ കളറും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇവിടെ ബ്ലൂ സിറ്റി പറഞ്ഞിട്ടുള്ള ആ സിറ്റി നമ്മൾ തപ്പിക്കൊണ്ട് ഇവിടെ ഇതാ കുറേ നേരമായി കറങ്ങിക്കൊണ്ടിരിക്കണ്. എവിടേക്കാ പോകണമെന്നൊന്നും അറിയില്ല. ഗൂഗിൾ മാപ്പിലുള്ള പോലെ ബ്ലൂ സിറ്റിക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൈസ്. നമ്മൾ പോയത് വേറെ ഏതോ സ്ഥലത്തേക്കായി പോയി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ കറക്റ്റ് സ്പോട്ട് പറഞ്ഞെന്ന്. ഇപ്പോൾ അതാ നമ്മൾ ഏകദേശം എത്തിത്തുടങ്ങി. നമ്മളത് ബ്ലൂ കളർ കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ബ്ലൂ സിറ്റി എത്തിത്തുടങ്ങി ഗൈസ്. ബ്ലൂ സിറ്റി എന്താണെന്ന് അറിയാത്തവർക്കായിട്ടാണ്, രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഒരു സിറ്റി മാത്രം ഫുൾ വീടുകൾ പെയിൻ്റ് അടിച്ചിട്ടുള്ള ബ്ലൂ കളേർഡ് ആയിട്ടാണ്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാജസ്ഥാനിൽ ഭയങ്കര ചൂടല്ല. അപ്പോൾ ഈ ചൂടിൽ നിന്ന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച്. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള രഹസ്യം. ഇതിൻ്റെ ബാക്കിലുള്ള രഹസ്യം അത് മാത്രമല്ല, ചില ആൾക്കാർ പറയുന്നുണ്ട് ട്രഡീഷൻ്റെ ഭാഗമായിട്ടാണെന്ന്, ചില ആൾക്കാർ പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടാണെന്ന്, ചില ആൾക്കാർ പറഞ്ഞ ബ്രാഹ്മിൺസിൽ എന്തോ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കുറേ ഇതിൽ ബാക്കിലുള്ള രഹസ്യങ്ങളായിട്ട് വരും. എന്താണ് കറക്റ്റ് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. അവിടെ ഉള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നല്ല ഭംഗിയില്ലേ ഈ സിറ്റി കൂടി ഇങ്ങനെ പോകണത് കാണാൻ.
സംഭവം ഇത് നോർമൽ ഒരു സിറ്റിയാണ്, ഒരു ഓൾഡ് സിറ്റിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടും ഇങ്ങനെ കുറേ കലാവിരുതുകളായിട്ടും നല്ല ഒരു ഉള്ളിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഭയങ്കര ഒരു അഡ്വഞ്ചർ പോലെയും ഒരു നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ നല്ല ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ളിൽ പോയിട്ട് കുടുങ്ങുമെന്നാവും. ഇതിൽ കൂടി വേറെ വണ്ടികളൊന്നും അധികം പോകില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയേക്കാം. ഫൈനലി കുടുങ്ങി. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത് അവിടെ നിന്ന് എടുത്ത് പോണത്. ആ ബാൻഡ്രം ബാക്കിലുള്ളതാണ് വലിയ ബുദ്ധിമുട്ട്. ഇന്നെ കയറ്റാണ്ട് പോയി ഗൈസ്. അപ്പം ഞാൻ ഏതായാലും സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് മെല്ലെ മെല്ലെ നടന്ന് പോവാം. അയ്യോ പട്ടി അങ്ങനെ നടന്ന് ഞാനിപ്പോൾ ഇതാ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലത്തെത്തി. നമ്മളെ വണ്ടി ഇതാ അവിടെ സൈഡാക്കി വെച്ചിരിക്കണം. വേറെ എവിടെ സൈഡാക്കാൻ സ്ഥലമില്ല. നമ്മളെ വണ്ടിക്കാണെങ്കിൽ ഒരു പിക്കപ്പിനുള്ള സ്ഥലം വേണേനു. അപ്പം ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ പോവാം. അതാ പോണു. ഞാൻ ഇവിടെ ഉള്ള ഡ്രൈവർ മറന്നുപോയോ? ഹാവ് ഭാഗ്യം, അവിടെ നിർത്തി. ഈ ബ്ലൂ സിറ്റിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഫോർട്ടിൻ്റെ മുകൾക്ക് കയറേണ്ടി വരും. അപ്പോൾ ഇനി ഒന്നെങ്കിൽ ഫോർട്ടിൻ്റെ മുകളിൽ കയറുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടെറസിൻ്റെ മുകളിൽ കയറുക. ഇനി അടുത്ത ലക്ഷ്യം അതാണ്. ഫൈനലി നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇതാ ഈ വ്യൂ കിട്ടി. പക്ഷെ ഞാൻ വിചാരിച്ച വ്യൂ ഇതല്ലായിരുന്നു. കാരണം ഫുൾ എല്ലാ വീടും ബ്ലൂ ആയിട്ട് അങ്ങനെ കറക്റ്റ് ആ ബ്ലൂ സിറ്റിൻ്റെ വ്യൂ കിട്ടുമായിരുന്നു. അതെ, ഫോട്ടോയിലൊക്കെ എങ്ങനെയായിരുന്നു. ഇപ്പോൾ ബ്ലൂ ഇല്ല, വൈറ്റാണ് കൂടുതലുള്ളത്. ഇതിന് വൈറ്റ് സിറ്റി എന്ന് പേരിടേണ്ടി വരും മിക്കവാറും. അതെ, നല്ല ഭംഗിയുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട സാധനം ഞാൻ ഗൂഗിൾ ഫോട്ടോ ഇതിൽ കൊടുക്കാം. നമ്മളപ്പോൾ റിട്ടേൺ അടിക്കുകയാണ്. കുറച്ച് ലേറ്റായി. പക്ഷേ ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല മഴ പെയ്തപ്പോൾ പിന്നെ നമുക്ക് കയറി നിൽക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി നിന്നു. ഇപ്പോൾ ഇതാ പക്ഷേ ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രളയം ഉണ്ടാവും. കാരണം ഇവിടെ വെള്ളമൊക്കെ കൂടി മുകൾക്ക് പൊന്താണ്, താഴത്തേക്ക് താവണേ ഇല്ല. ഇപ്പോൾ ഫുള്ള് വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ പോയി പോണത്.
രാത്രിയായി തുടങ്ങി. ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് സൈഡാവണം, ടെൻ്റ് അടിക്കണം, കിടന്നിറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഇനി നാളെ ഇവിടെ രാജസ്ഥാനിൽ ഒരു ഈത്തപ്പഴത്തോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ നിന്ന് പോകണം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഓക്കെ ബൈ. അപ്പം ഇനി നാളെ മോർണിംഗ് കാണാം.